എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ PSC എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യ പേപ്പറിലെ ചോദ്യങ്ങളാണ് വരാൻ പോകുന്ന LDC പരീക്ഷ ഗുണപ്രദമാകുന്ന രീതിയിൽ പരിചയപ്പെടുത്തുന്നത്. ഇത് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 21ാമത്തെ ചോദ്യം വരെ നമ്മൾ പരിചയപ്പെടുകയുണ്ടായിരുന്നു. ഇതിന് തൊട്ട് മുമ്പത്തെ ക്ലാസ്സിലാണ് അത് പരിചയപ്പെടുത്തിയത്. ആ ക്ലാസ് കാണാൻ താല്പര്യമുണ്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത് അതിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതിലൂടെ അത് കാണാവുന്നതാണ്. ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് 22ാമത്തെ ചോദ്യം മുതലുള്ള കാര്യങ്ങളാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്നാണ് ഇവിടെ നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. എന്നാൽ ഈ ഒരു ചോദ്യത്തിന് കറക്റ്റ് ഉത്തരം ഇവിടെ നൽകിയിട്ടില്ല. പക്ഷേ ഇത് PSC പരീക്ഷയിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് 1949 ഡിസംബർ മാസം 9-ാം തീയതിയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് PSC പരീക്ഷയിൽ എപ്പോഴും ചോദിക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് തീയതികൾ നമുക്കിവിടെ ഒന്ന് പരിചയപ്പെടാം. ഭരണഘടനാ നിർമ്മാണ സഭ നമുക്കറിയാം ക്യാബിനറ്റ് മിഷന്റെ ഒക്കെ നിർദ്ദേശപ്രകാരമാണ് നമ്മുടെ രാജ്യത്ത് ഒരു ഭരണഘടന രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. ഈ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ച് എന്നാന്ന് വെച്ചാൽ 1946 ഡിസംബർ മാസം 6-ാം തീയതിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. ഇതിന്റെ ആദ്യത്തെ സമ്മേളനം ചേരുന്നത് എന്നാന്ന് വെച്ചാൽ 1946 ഡിസംബർ മാസം 9-ാം തീയതിയാണ്. ആദ്യ സമ്മേളനത്തിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് 207 ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ആദ്യ സമ്മേളനം ചേരുന്നത് ന്യൂഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിൽ വെച്ചിട്ടാണ്. നിലവിൽ ഇത് അറിയപ്പെടുന്നത് സെൻട്രൽ ഹാൾ ഓഫ് പാർലമെന്റ് എന്നാണ്. അപ്പോൾ ആദ്യത്തെ സമ്മേളനം ചേർന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ന്യൂഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിൽ വെച്ചിട്ടാണ്. നിലവിൽ ഇത് അറിയപ്പെടുന്ന എന്തു പേരിലാണ്? സെൻട്രൽ ഹാൾ ഓഫ് പാർലമെന്റ് എന്ന പേരിലാണ്. 207 അംഗങ്ങളാണ് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത്. ഇതിൽ എത്ര വനിതകളുണ്ട് എന്ന് ചോദിക്കും. സിമ്പിളാണ്, 7 2 കൂടെ കൂട്ടിയാൽ മതി, 9 എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഇവിടെ എത്ര വനിതകൾ ഉണ്ടായിരുന്നു? 9 വനിതകൾ ഉണ്ടായിരുന്നു. ആദ്യ സമ്മേളനത്തിൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. അദ്ദേഹത്തെയാണ് താൽക്കാലിക അധ്യക്ഷനായിട്ട് തെരഞ്ഞെടുത്തത്. പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയ്ക്ക് ശേഷം സ്ഥിരം അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നത് ഡിസംബർ മാസം 11-ാം തീയതിയാണ്. അപ്പോൾ ഡിസംബർ 9-ാം തീയതി ആദ്യ സമ്മേളനം ചേർന്നു. താൽക്കാലിക അധ്യക്ഷനായിട്ട് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ വരുന്നു. അതേപോലെ തന്നെ 1946 ഡിസംബർ 11-ാം തീയതി സ്ഥിരം അധ്യക്ഷനായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തെരഞ്ഞെടുക്കുന്നു. ഈ ആദ്യ സമ്മേളനത്തിൽ ആദ്യമായിട്ട് അഭിസംബോധന ചെയ്തത് ആരെന്ന് ചോദിച്ചാൽ ആ സമയത്ത് INC-യുടെ പ്രസിഡന്റ് ആയിരുന്ന JB കൃപലാനിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ സ്ഥിരം അധ്യക്ഷനായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തെരഞ്ഞെടുക്കുന്ന തീയതി 1946 ഡിസംബർ 11 അതേപോലെ തന്നെ ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് 2 ഉപാധ്യക്ഷന്മാരുണ്ടായിരുന്നു. അതിലൊന്ന് HC മുഖർജിയും മറ്റൊരു പേര് VT കൃഷ്ണമാചാരിയുമാണ്. HC മുഖർജി, VT കൃഷ്ണമാചാരി ഇവരാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാർ എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഇതോടൊപ്പം തന്നെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു തീയതിയാണ് 1946 ഡിസംബർ 13-ാം തീയതി. 1946 ഡിസംബർ 13-ാം തീയതിയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു എന്ത് അവതരിപ്പിക്കുന്നത്? ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത്. ലക്ഷ്യപ്രമേയം ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിക്കുന്നത് 1946 ഡിസംബർ 13-നാണ്. ഇതാണ് പിന്നീട് നമ്മുടെ ഭരണഘടനയുടെ ആമുഖമൊക്കെ ആയിട്ട് മാറുന്നത്. ഇതോടൊപ്പം തന്നെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു തീയതിയാണ് 1946 ഡിസംബർ 13-ാം തീയതി അവതരിപ്പിച്ച ഈ ലക്ഷ്യപ്രമേയം 1947 ജനുവരി മാസം 22-ാം തീയതി എന്തായി? ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചു അല്ലെങ്കിൽ പാസ്സായി എന്ന കാര്യം ഓർത്തിരിക്കുക. ഇപ്പോൾ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് 1946 ഡിസംബർ 13-നാണ്. തുടർന്ന് 1947 ജനുവരി 22-ാം തീയതിയാണ് ഇത് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട തീയതികളാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തിയത്. കേരള PSC പരീക്ഷയിൽ എപ്പോഴും ചോദിക്കാറുള്ള കുറച്ച് തീയതികളാണ് ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ നമ്മളിവിടെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നത് 22ാമത്തെ ചോദ്യം. അതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ഇവിടെ നൽകിയിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ ഉത്തരം എന്താണ്? 1946 ഡിസംബർ 9 എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി 23ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. 23ാമത്തെ ചോദ്യം, തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് 1989 ശുപാർശ ചെയ്തത് ഏത് കമ്മിറ്റിയാണെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് 23ാം ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ C ആണ്. PK തുങ്കൻ കമ്മിറ്റിയാണ്. ഇത് PSC എപ്പോഴും ചോദിക്കാറുള്ളതാണ്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക്
ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് 1989 ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് PK തുങ്കൻ കമ്മിറ്റി എന്ന കാര്യം ഓർത്തിരിക്കുക. PK തുങ്കൻ കമ്മിറ്റി എന്ന കാര്യം ഓർത്തിരിക്കുക. PK തുങ്കൻ കമ്മിറ്റി എന്ന കാര്യം ഓർത്തിരിക്കണം. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്ന ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഹൈക്കോടതിക്ക് നൽകാൻ കഴിയുന്ന ഉത്തരവ് ഏതെന്നാണ്. ഇവിടെ റിട്ടുകളുമായി ബന്ധപ്പെട്ട 3 പേരുകളാണ് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, റിട്ടുകൾ പുറപ്പെടുവിക്കാൻ ഹൈക്കോടതിക്കും സുപ്രീം കോടതിയുമാണ് കഴിയുന്നത്. റിട്ട് എന്ന് പറയുന്ന ആശയം നമ്മൾ ബ്രിട്ടനിൽ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത്. സുപ്രീം കോടതി ആർട്ടിക്കിൾ 32 പ്രകാരം റിട്ടുകൾ പുറപ്പെടുവിക്കുമ്പോൾ ഹൈക്കോടതി ആർട്ടിക്കിൾ 226 പ്രകാരമാണ് റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത്. നമുക്കറിയാം, 32 എന്ന് പറയുന്നത് മൗലികാവകാശത്തിനുള്ളിൽ ഉൾപ്പെടുന്ന അനുച്ഛേദമാണ്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയെയാണ് മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് പറയുന്നത്. കാരണം ഈ റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് സുപ്രീം കോടതി ആർട്ടിക്കിൾ 32 പ്രകാരമാണ്. നമുക്കറിയാം, മൗലികാവകാശങ്ങൾ ഒരു പൗരന് ലംഘിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ നേരിട്ട് പോകാവുന്നതാണ്. ആ പൗരന് മൗലികാവകാശം ലംഘിക്കപ്പെട്ടു എന്ന് തോന്നിയാൽ അത് പുനഃസ്ഥാപിച്ചെടുക്കാൻ വേണ്ടി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെയാണ്, അല്ലെങ്കിൽ ഹൈക്കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെയാണ് നമ്മൾ റിട്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് സുപ്രീം കോടതിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് റിട്ടുകളുമായി ബന്ധപ്പെട്ട 2 ആർട്ടിക്കിളാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഹേബിയസ് കോർപ്പസ്, കോ വാറന്റോ, സെർസോററി, അതുപോലെ തന്നെ പിന്നീട് മൊത്തം 5 തരത്തിലുള്ള റിട്ടുകളുണ്ട് നമുക്കറിയാം. ഹേബിയസ് കോർപ്പസ്, അതുപോലെ തന്നെ ഇവിടെ തന്നിരിക്കുന്ന കോ വാറന്റോ, അതുപോലെ തന്നെ സെർസോററി, അതുപോലെ തന്നെ മാൻഡമസ്, അതേപോലെ മറ്റൊന്നാണ് പ്രോഹിബിഷൻ. അങ്ങനെ ഈ 5 തരത്തിലുള്ള റിട്ടുകൾ പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്കും അതേപോലെ തന്നെ ഹൈക്കോടതിക്കും അധികാരമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരം എന്താണ്? ഈ പറയുന്ന 3 പെടും. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഹൈക്കോടതിക്ക് നൽകാൻ കഴിയുന്ന ഉത്തരവ് ഏതാണെന്ന് വെച്ചാൽ ഈ 3 ഉണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. താഴെ കൊടുത്തതിൽ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നത് എന്നതാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. 25ാമത്തെ ചോദ്യം. അപ്പോൾ ഇവിടെ 25ാമത്തെ ചോദ്യത്തിൽ ഇവിടെ നിർദ്ദേശക തത്വങ്ങളിൽ പറയുന്നത്, ഇവിടെ രണ്ടാമത് തന്നിരിക്കുന്ന അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വവും ഇത് നിർദ്ദേശക തത്വത്തിൽ ഉൾപ്പെടുന്നതാണ്. അതേപോലെ തന്നെ തന്നിരിക്കുന്ന 4ാമത്തത് പരിസ്ഥിതി സംരക്ഷണം എന്ന് പറയുന്നതും നിർദ്ദേശക തത്വത്തിൽ ഉൾപ്പെടുന്നതാണ്. ഓപ്ഷൻ ഡി ആണ് 25ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ബാക്കി വരുന്ന 1ഉം 3ഉം എന്തിൽ ഉൾപ്പെടുന്നില്ല? നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുന്നില്ല എന്ന കാര്യം ഓർത്തിരിക്കുക. ഈ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്ന ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്ന അയർലൻഡിൽ നിന്നാണ്. ജനക്ഷേമം മുൻനിർത്തി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുവാൻ ഇന്ത്യൻ ഭരണഘടനയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് നിർദ്ദേശം നൽകുന്നതാണ് ഈ പറയുന്ന ഭാഗം 4ൽ ഉൾപ്പെടുന്ന നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു ആശയം നമ്മൾ കടം കൊള്ളുന്ന എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് അയർലാൻഡിൽ നിന്നാണെന്ന കാര്യം ഓർത്തിരിക്കുക. എന്നാൽ ലോകത്ത് ആദ്യമായിട്ട് ഇത്തരത്തിലൊരു മാർഗനിർദ്ദേശക തത്വങ്ങളൊക്കെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ രാജ്യം ചോദിക്കുകയാണെങ്കിൽ അത് സ്പെയിൻ ആണെന്ന കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക. ഇത്തരത്തിൽ ഈ നിർദ്ദേശക തത്വങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ചോദിക്കുകയാണെങ്കിൽ അത് തേജ് ബഹദൂർ സപ്രു കമ്മിറ്റിയാണ്. ഇത് PSC എപ്പോഴും ചോദിക്കാറുള്ളതാണ്. സപ്രു കമ്മിറ്റി ഓർത്തിരിക്കുക. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുവാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ തേജ് ബഹദൂർ സപ്രു കമ്മിറ്റിയാണ്. അങ്ങനെ ഭാഗം 4ലായിട്ടാണ് ഈ പറയുന്ന നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ. അപ്പം ഭരണഘടനയിൽ ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ പ്രതിപാദിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ മാർഗനിർദ്ദേശക തത്വങ്ങളെ കുറിച്ചാണ് എന്ന കാര്യം ഓർക്കുക, അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ചാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുന്നതിനായി ഭരണഘടന അനുശാസിക്കുന്ന അടിസ്ഥാന തത്വങ്ങളാണ് എന്തെന്ന് പറയുന്നത്? മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുന്നതിനായി ഭരണഘടന അനുശാസിക്കുന്ന അടിസ്ഥാന തത്വങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനയിലെ ഭാഗം ചോദിച്ചാലും ഏത് തന്നെയാണ്? ഭാഗം 4 ആണെന്ന കാര്യം ഈ ഒരു ഭാഗത്തൊന്ന് ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ പറഞ്ഞ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 2ഉം 4ഉം എന്നതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക. സ്വത്തവകാശം എന്ന മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതെന്നാണ് നമ്മുടെ ചോദ്യം. PSC പരീക്ഷയിൽ എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരിക. 44ാം ഭേദഗതിയാണ്. മൊറാർജി ദേശായി പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് 44ാം ഭരണഘടനാ ഭേദഗതി വരുന്നത്. ഈ ഒരു സമയത്ത് ഇന്ത്യയുടെ രാഷ്ട്രപതി ആരാണ്, അല്ലെങ്കിൽ ഈ ഭേദഗതിയിൽ ഒപ്പിട്ട രാഷ്ട്രപതി ആരെന്ന് ചോദിച്ചാൽ നീലം സഞ്ജീവ റെഡ്ഡി ആണെന്ന കാര്യം ഓർത്തിരിക്കാം. നീലം സഞ്ജീവ റെഡ്ഡിയാണ്.
ഇങ്ങനെ സ്വത്തവകാശത്തെ നമ്മുടെ മൗലികാവകാശങ്ങളിൽ നിന്ന് മാറ്റുകയും തുടർന്ന് 300A എന്ന് പറയുന്ന ആ ഒരു ആർട്ടിക്കിളിൽ ഇതിനെ ഒരു നിയമാവകാശമായിട്ട് ഉൾപ്പെടുത്തി എന്ന കാര്യം ഓർക്കാം. നിലവിൽ സ്വത്തവകാശം ഒരു മൗലികാവകാശമല്ല, മറിച്ച് അതൊരു നിയമ അവകാശമാണ് എന്ന കാര്യം പ്രത്യേകം ഒന്ന് ഓർത്തിരിക്കുക. ഇനി 44-ാം ഭേദഗതി 1978 എന്ത് പാർലമെന്റിൽ പാസ്സാക്കുന്നത്. എന്നാൽ 44-ാം ഭേദഗതി നിലവിൽ വന്നത് എന്നാണെന്ന് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കും. അത് 1979 ഏപ്രിൽ മാസം 30-ാം തീയതിയാണെന്ന കാര്യം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇത് പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ വരാറുള്ളതാണ്. 1978 ഇത് പാർലമെന്റിൽ പാസ്സാക്കുന്നത്. എന്നാൽ ഇത് നിലവിൽ വരുന്നത് 1979 ഏപ്രിൽ മാസം 30-ാം തീയതിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഏപ്രിൽ മാസം 30-ാം തീയതിയാണെന്ന കാര്യം ഓർത്തിരിക്കണം. ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇന്ത്യൻ പാർലമെന്റ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ചത് എന്നാണ് നമ്മുടെ ചോദ്യം. നിലവിൽ ഈ ഒരു ഓപ്ഷൻ പ്രകാരം ഇവിടെ കേരള PSC നൽകിയിരിക്കുന്ന ഉത്തരം എന്ന് പറയുന്നത് 27-ാമത്തെ ചോദ്യത്തിന്റെ ഫൈനൽ ആൻസർ കീയിലെ ഉത്തരം 2019 ഓഗസ്റ്റ് 5-നാണെന്ന കാര്യം ഓർത്തിരിക്കുക. 2019 ഓഗസ്റ്റ് 5-നാണെന്ന കാര്യം ഓർത്തിരിക്കുക. എന്നാൽ നമ്മൾ കൃത്യമായിട്ട് ഇവിടെ ഓർത്തിരിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റുകളുണ്ട്. ഇന്ത്യൻ പാർലമെന്റ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ചത് എന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ തന്നിരിക്കുന്നത്. ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബില്ല് രാജ്യസഭയിൽ ആണ് അവതരിപ്പിക്കുന്നത് ആദ്യമായിട്ട്. അവിടെ അവതരിപ്പിച്ചത് അമിത്ഷാ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിച്ചത് അമിത്ഷയാണ്. അത് 2019 ഓഗസ്റ്റ് 5-ാം തീയതിയാണ് രാജ്യസഭയിൽ ഈ ബില്ല് പാസ്സാക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു ബില്ല് രാജ്യസഭയിലും അതേപോലെ തന്നെ ലോകസഭയിലും അവതരിപ്പിക്കാൻ പറ്റും. അത് ഇവിടെ ഈ ഒരു ബില്ല് അവതരിപ്പിച്ചിരിക്കുന്നത് അമിത്ഷാ എവിടെയാണ്? രാജ്യസഭയിലാണ്. അങ്ങനെ ഓഗസ്റ്റ് 5-ാം തീയതി ആ ഒരു ബില്ല് രാജ്യസഭ പാസ്സാക്കി. എന്നാൽ ഒരു ബില്ല് ഒരു നിയമമായിട്ട് മാറണമെങ്കിൽ അത് ലോകസഭ പാസ്സാക്കണം. അതിനുശേഷം രാഷ്ട്രപതി അതിൽ ഒപ്പിടുകയും ചെയ്യണം. അങ്ങനെ 2019 ഓഗസ്റ്റ് 5-ാം തീയതി ഇത് രാജ്യസഭ പാസ്സാക്കുന്നു ആദ്യമായിട്ട്. അതിനുശേഷം തൊട്ടടുത്ത ദിവസം, അതായത് 2019 ഓഗസ്റ്റ് മാസം 6-ാം തീയതി ഇത് എവിടെ പാസ്സാക്കി? ലോകസഭ പാസ്സാക്കി. അപ്പോൾ ഇവിടെ ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബില്ല് 2019 ചരിത്രമാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. 2019 ഓഗസ്റ്റ് മാസം 5-ാം തീയതി ഇത് എവിടെ പാസ്സാക്കി? രാജ്യസഭ പാസ്സാക്കി. 2019 ഓഗസ്റ്റ് 6-ാം തീയതി എവിടെ പാസ്സാക്കി? ലോകസഭ പാസ്സാക്കി. അതിനുശേഷം ഇത് രാഷ്ട്രപതി ഒപ്പുവെക്കണം. രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ഓഗസ്റ്റ് 9-ാം തീയതിയാണ്. 2019 ഓഗസ്റ്റ് 9-ാം തീയതിയാണ് രാഷ്ട്രപതി ഇത് ഒപ്പുവെക്കുന്നത്. രാഷ്ട്രപതി ഒപ്പുവെച്ചു. അതേ തുടർന്ന് ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബില്ലിൻ്റെ ഭാഗമായിട്ട് ജമ്മു കാശ്മീർ എന്നും ലഡാക്ക് എന്നും 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ വരികയാണ്. ഇങ്ങനെ ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത് എന്നാന്ന് ചോദിച്ചാൽ 2019 ഒക്ടോബർ മാസം 31-ാം തീയതിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബില്ല് പാസ്സാക്കി. അതിനുശേഷം ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിങ്ങനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ വരുന്നു. അങ്ങനെ ഈ പറഞ്ഞ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത് 2019 ഒക്ടോബർ 30 നമുക്കറിയാം സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ജന്മദിനത്തിനാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബില്ലിൻ്റെ ഭാഗമായിട്ട് ഭരണഘടനയിൽ റദ്ദാക്കപ്പെട്ട അനുച്ഛേദങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അനുച്ഛേദം 370 ഉണ്ട്, 35A ഉണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. 35A അതേപോലെ തന്നെ 370 ഈ ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബില്ലിൻ്റെ ഭാഗമായിട്ട് റദ്ദാക്കപ്പെട്ടു എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റുകൾ ഓർക്കാം. നിലവിൽ ഈ ഒരു ചോദ്യപ്രകാരം ഈ ഒരു ഡേറ്റ് നൽകിയത് കൊണ്ട് തന്നെ 2019 ഓഗസ്റ്റ് 5 ഫൈനൽ ആൻസർ കീയിൽ ഉത്തരം നൽകിയത്. പക്ഷേ നമ്മുടെ ഓരോ തീയതികളും ഓർക്കുക. ഓഗസ്റ്റ് 5 രാജ്യസഭയിലാണ് പാസ്സാക്കിയത്, ഓഗസ്റ്റ് 6 ലോകസഭയിലാണ് പാസ്സാക്കിയത്. അതിനുശേഷം ഓഗസ്റ്റ് 9 രാഷ്ട്രപതി ഒപ്പിടുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ ഒരു ജമ്മു കാശ്മീർ എന്നും ലഡാക്ക് എന്നും കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഔദ്യോഗികമായി നിലവിൽ വന്ന 2019 ഒക്ടോബർ 31 അതിൽ ഈ അവസാനം പറഞ്ഞ തീയതി PSC എത്രയോ തവണ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഓരോ തീയതികളും കൃത്യമായിട്ട് ഓർത്ത് പഠിക്കുക. ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. കേരളത്തിൽ 14-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലമാണ് ഇവിടെ 28-ാമത്തെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. കേരളത്തിൽ 14-ാം പഞ്ചവത്സര പദ്ധതി കാല ഏതാണെന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് വന്നിരിക്കുന്നത്. ഓപ്ഷൻ B ആണ് ഉത്തരം. 2022, 2027.
അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് കേരളത്തിൽ 14-ാം പഞ്ചവത്സര പദ്ധതി കാലം ചോദിക്കുകയാണെങ്കിൽ 2022-27 കേരളത്തിലാണ് ഉദ്ദേശിക്കുന്നത്. ദേശീയ തലത്തിൽ ഇപ്പോൾ നീതി ആയോഗാണ്, പഞ്ചവത്സര പദ്ധതി നിലവിലില്ല. എന്നാൽ ഇത് കേരളത്തിൽ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ 2022-27 എന്ന് പറയുന്നത് 14-ാം പഞ്ചവത്സര പദ്ധതി കാലമാണ്. അപ്പോൾ 22-27 അത് ഓർത്തിരിക്കുക. 22-27 എന്നത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതി അല്ലാത്തതെന്നാണ്. താലോലം, സ്നേഹപൂർവ്വം, ശ്രുതി തരംഗം എന്നിവ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് 4ാമത് കൊടുത്തിരിക്കുന്ന കുടുംബശ്രീയാണ്. അതായത് 29ാം ചോദ്യം ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഈ താലോലം എന്ന് പറയുന്നത് ജന്മനാ ഉള്ള ഹൃദയവൈകല്യങ്ങളാലും മറ്റ് ഗുരുതര രോഗങ്ങളാലും കഷ്ടപ്പെടുന്ന 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ചികിത്സാ ചെലവിനായി ധനസഹായം നൽകുന്ന പദ്ധതിയാണ് താലോലം. ജന്മനാ ഉള്ള ഹൃദയവൈകല്യങ്ങളാലും മറ്റ് ഗുരുതര രോഗങ്ങളാലും കഷ്ടപ്പെടുന്ന 18 വയസ്സിന് താഴെ പ്രായമുള്ള, എത്ര വയസ്സിന് താഴെയാണ്? 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ചികിത്സാ ചെലവിനായിട്ട് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് താലോലം പദ്ധതി. രണ്ടാമതായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന സ്നേഹപൂർവ്വം എന്ന് പറയുന്ന പദ്ധതിയാണ്. സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന അനാഥരായ വിദ്യാർത്ഥികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതി. കൂടാതെ മാതാപിതാക്കളിൽ ഒരാൾ മരിച്ചു പോവുകയും ജീവിച്ചിരിക്കുന്നയാൾക്ക് ആരോഗ്യപരമായോ സാമ്പത്തികപരമായോ കുട്ടിയെ സംരക്ഷിക്കാൻ കഴിയാതെ വരികയും ചെയ്താൽ 1 മുതൽ ഡിഗ്രി തലം വരെ ഉള്ള പഠനത്തിന് സഹായം ഉറപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് സ്നേഹപൂർവ്വം എന്ന് പറയുന്ന പദ്ധതി. ഈ സ്നേഹപൂർവ്വം പദ്ധതി നടപ്പാക്കുന്നത് കേരള സാമൂഹ്യ സുരക്ഷാ മിഷനാണ്. സ്നേഹപൂർവ്വം പദ്ധതിയുടെ ധനസഹായം എന്ന് പറയുന്നത് 5 വയസ്സിൽ താഴെയുള്ളവർക്കും 1 മുതൽ 5 വരെ ക്ലാസ്സിലുള്ളവർക്കും പ്രതിമാസം 300 രൂപ. എത്ര രൂപയാണ്? പ്രതിമാസം 300 രൂപയാണ്. 6 മുതൽ 10 വരെ ക്ലാസ്സിലുള്ളവർക്ക് പ്രതിമാസം 500 രൂപയും പ്ലസ് 1 പ്ലസ് 2 ആണെങ്കിൽ 750 രൂപയുമാണ് നൽകുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഇവിടെ 3ാമത് കൊടുത്തിരിക്കുന്ന ശ്രുതി തരംഗമാണ്. കേൾവി വൈകല്യമുള്ള കുട്ടികളിൽ 1 മുതൽ 5 വയസ്സ് വരെ കേൾവി വൈകല്യമുള്ള കുട്ടികളിൽ സൗജന്യ കോക്ലിയർ ശസ്ത്രക്രിയാ സഹായം നൽകുന്ന പദ്ധതിയാണ് ശ്രുതി തരംഗം. സാമൂഹ്യ സുരക്ഷാ വകുപ്പിന് കീഴിലായിരുന്നു ശ്രുതി തരംഗം എന്ന പദ്ധതി. എന്നാൽ ഇത് നിലവിൽ ആരുടെ കീഴിലാണ്? ആരോഗ്യ വകുപ്പിന് കീഴിലാണെന്ന കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ കുടുംബശ്രീ രൂപീകരിച്ചത് എന്നാണ് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. 1998 മെയ് മാസം 17-ാം തീയതിയാണ് കുടുംബശ്രീ രൂപീകരിച്ചത്. 9ാം പഞ്ചവത്സര പദ്ധതി സമയത്താണ് കുടുംബശ്രീ രൂപീകരിച്ചത്. 1998 മെയ് മാസം 17-ന് കുടുംബശ്രീ ആരംഭിക്കുന്നു, ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ AB വാജ്പേയി ആണ്, അന്നത്തെ പ്രധാനമന്ത്രിയാണ്. അതേ സമയത്ത് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് തൊട്ടടുത്ത വർഷം സാമ്പത്തിക വർഷം ആരംഭിക്കുമ്പോഴാണ്. അതായത് ഏപ്രിൽ 1-ാം തീയതിയാണ് 1999 ഏപ്രിൽ 1. ഇവിടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഇത് രൂപീകരിച്ച അല്ലെങ്കിൽ ആരംഭിച്ച ഉദ്ഘാടനം ചെയ്ത തീയതിയാണ് 1998 മെയ് മാസം 17. ആര് ഉദ്ഘാടനം ചെയ്തു? നമ്മുടെ അടൽ ബിഹാരി വാജ്പേയി ആണ് ഉദ്ഘാടനം ചെയ്തത്. ഏത് പഞ്ചവത്സര പദ്ധതി കാലത്ത്? 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഈ ഒരു സമയത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ EK നായനാർ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. EK നായനാർ ആണ് ഈ ഒരു സമയത്ത് നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. കുടുംബശ്രീ എന്നാൽ അതിൻ്റെ അർത്ഥം കുടുംബത്തിൻ്റെ ഐശ്വര്യം എന്നാണ്. ഈ ഒരു കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്, ഇത് ഉദ്ഘാടനം ചെയ്തത് അടൽ ബിഹാരി വാജ്പേയി ആണ്. എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? മലപ്പുറം ജില്ലയിലെ കോട്ടക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ കുടുംബശ്രീ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കുടുംബശ്രീ എന്ന പേരിലല്ല, മറിച്ച് സ്റ്റേറ്റ് പോവർട്ടി ഇറാഡിക്കേഷൻ മിഷൻ എന്ന പേരിലാണ്. കുടുംബശ്രീ എന്ത് ചെയ്തിരിക്കുന്നത്? രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, സ്ത്രീ ശാക്തീകരണം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ ആരംഭിച്ച പദ്ധതിയാണ് കുടുംബശ്രീ എന്ന് പറയുന്നത്. സ്റ്റേറ്റ് പോവർട്ടി ഇറാഡിക്കേഷൻ മിഷൻ എന്ന പേരിലാണ് കുടുംബശ്രീ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഇനി കുടുംബശ്രീ പദ്ധതി കേന്ദ്ര സർക്കാരിൻ്റെയും നബാർഡിൻ്റെയും ഒക്കെ സഹായത്താലാണ് നടപ്പിലാക്കുന്നത്. കുടുംബശ്രീ യൂണിറ്റുകൾ രജിസ്റ്റർ ചെയ്യുന്നത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണെന്ന് കാര്യം ഓർത്തിരിക്കുക. അവിടെ തന്നെ ഓർത്തിരിക്കേണ്ട മറ്റൊരു പോയിന്റ്, കുടുംബശ്രീ പദ്ധതിയുടെ ഗവേണിംഗ് ബോഡിയുടെ അധ്യക്ഷനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണെന്ന കാര്യം ഓർക്കുക. ഈ കുടുംബശ്രീയുടെ മുദ്രാവാക്യവും പരീക്ഷയിൽ വന്നിട്ടുണ്ട്. സ്ത്രീകളിലൂടെ കുടുംബങ്ങളിലേക്കും കുടുംബങ്ങളിലൂടെ സമൂഹത്തിലേക്കും എന്നതാണ് കുടുംബശ്രീയുടെ മുദ്രാവാക്യം. സ്ത്രീകളിലൂടെ കുടുംബങ്ങളിലേക്കും കുടുംബങ്ങളിലൂടെ സമൂഹത്തിലേക്കും എത്തിച്ചേരുക, ഇതാണ് കുടുംബശ്രീയുടെ മുദ്രാവാക്യം എന്ന കാര്യം ഓർക്കുക. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്ത്രീ കൂട്ടായ്മയാണ് നമ്മളിവിടെ പരിചയപ്പെടുന്ന കുടുംബശ്രീ എന്ന് പറയുന്നത്. ഇനി കുടുംബശ്രീയുടെ ഒരു വെബ് പോർട്ടലുണ്ട്, അത് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. സ്ത്രീ ശക്തി എന്നതാണ് കുടുംബശ്രീയുടെ വെബ് പോർട്ടൽ എന്ന കാര്യം ഓർക്കുക. സ്ത്രീ ശക്തി എന്നാണ്
കുടുംബശ്രീയുടെ വെബ് പോർട്ടൽ എന്ന കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ട ഒരു ചോദ്യമായി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നമ്മൾ അടുത്ത ചോദ്യം കേരള സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ രൂപം കൊണ്ട ഭരണഘടനാ അനുച്ഛേദം ഏതെന്നാണ്. സംസ്ഥാന ധനകാര്യ കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം എന്ന് പറയുന്നത് 243 ഐയും 243 വൈയുമാണ് നമുക്കറിയാം. ഇവിടെ ഓപ്ഷൻ എ ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക. 243 ഐയും 243 വൈയുമാണ്. ഐയും വൈയും 243 ഐയും 243 വൈയുമാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്തായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് 6ാമത് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ആരെന്ന് ചോദിച്ചാൽ SM വിജയാനന്ദാണ്. SM വിജയാനന്ദ് 6ാമത് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷനാണ്. 5ാമത് ആരെന്ന് ചോദിച്ചാൽ BA പ്രകാശാണ്. BA പ്രകാശാണ് 5ാമത് നമ്മുടെ കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ആയിരുന്ന വ്യക്തി. കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ എന്ന് പറയുമ്പോൾ 5 വർഷമാണ് അതിൻ്റെ കാലാവധി എന്നൊക്കെ നമുക്കറിയാം. PM എബ്രഹാമാണ് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ. ആദ്യമായിട്ട് ഈ പറയുന്ന കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ നിലവിൽ വരുന്നത് 1994 ഏപ്രിൽ മാസം 23-ാം തീയതിയാണ്. അങ്ങനെ ആദ്യമായിട്ട് ഇത് നിലവിൽ വന്ന സമയത്ത് അതിൻ്റെ ചെയർമാൻ ആയിരുന്നത് ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ട PM എബ്രഹാം ആണെന്ന കാര്യം ഓർത്തിരിക്കുക. 6ാമത്തെ കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ആരെന്നാണ് ഇനി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത കൂടുതൽ. ഉത്തരമായിട്ട് വരേണ്ടത് SM വിജയാനന്ദാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് വരാം. നമ്മുടെ അടുത്ത ചോദ്യം 31ാമത്തെ ചോദ്യമാണ്. 2023 ഏപ്രിൽ 1 മുതൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ തൊഴിലാളികൾക്ക് ഒരു ദിവസത്തെ കൂലിയിലുണ്ടായ വർധനവാണ് ചോദിച്ചത്. 22 രൂപയുടെ വർധനവാണ് 31ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. 2023 ഏപ്രിൽ 1 മുതൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ തൊഴിലാളികൾക്ക് ഒരു ദിവസത്തെ കൂലിയിലുണ്ടായ വർധനവ് 22 രൂപയാണ് എന്ന കാര്യം ഇവിടെ ഒന്ന് ഓർത്തിരിക്കുക. ഇനി വരാൻ പോകുന്ന പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഒരു ഭാഗം കൂടിയാണിത്. നിലവിൽ നമ്മുടെ കേരളത്തിലെ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസ കൂലി എന്ന് പറയുന്നത് 346 രൂപയാണെന്ന് കാര്യം ഓർക്കുക. അപ്പോൾ നേരത്തെ ഇത് 333 രൂപയായിരുന്നു. അവിടെ നിന്ന് ഇത് എത്രയായിട്ട് കൂട്ടി? 346 ആയിട്ട് കൂട്ടി. നമ്മുടെ പത്രത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇലക്ഷൻ്റെ ഒക്കെ മുന്നോടിയായിട്ട് 346 രൂപയാക്കിയിട്ട് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നൽകുന്ന ശമ്പളത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ശമ്പളം നൽകുന്നത് ഹരിയാനയിലാണ്. നിലവിൽ 374 രൂപയാണ്. 2ാം സ്ഥാനത്ത് ഗോവയാണ്. 356 രൂപയാണ് ഗോവയിലുള്ളത്. 3ാം സ്ഥാനത്ത് വരുന്ന കർണാടകയാണ്. 349 രൂപയാണ് എന്ന കാര്യം ഓർക്കുക. കേരളത്തിൽ എത്രയാണ് നിലവിൽ? 346. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, ടോപ്പിൽ ആരാണ്? ഹരിയാനയാണ് 374. 2ാമത് ഗോവ 356. 3ാമത് കർണാടക 349. നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ 346. നേരത്തെ ഇത് 333 ആയിരുന്നു. അതാണ് ഈ 22 രൂപ കൂട്ടി എന്ന് പറഞ്ഞത്. അതെങ്ങോട്ട് എത്തിച്ചു? 333 എത്തിച്ചു. അവിടെ നിന്ന് പിന്നീടും കൂട്ടി. അപ്പോൾ ഇപ്പോൾ എത്രയാണ്? 346. ഇനി ഏറ്റവും കുറച്ച് ശമ്പളം നൽകുന്ന സംസ്ഥാനം 2 ഉണ്ട്. നാഗാലാൻഡും വരുന്നുണ്ട്, അരുണാചൽ പ്രദേശും വരുന്നുണ്ട്. 234 രൂപയേ അവിടെയുള്ളൂ. നാഗാലാൻഡിലും അരുണാചൽ പ്രദേശിലും 234 രൂപയേ ഉള്ളൂ എന്ന കാര്യം ഓർക്കുക. ഇവിടെ പ്രത്യേകം ഒരു കാര്യം ഓർത്തിരിക്കുക. ഈ ഹരിയാന ഞാനിപ്പോൾ പറഞ്ഞു 374 എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ സിക്കിമിലെ 2 പ്രദേശത്ത്, അതായത് കെനാത്താങ് അതുപോലെ തന്നെ ലെച്ചൂങ്, ലാച്ചേൻ എന്നീ ഗ്രാമപ്രദേശങ്ങളിൽ അവിടുത്തെ ശമ്പളം 374 കാര്യം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യണം. അപ്പോൾ ഒന്നും കൂടെ പറയാം, നമ്മളിവിടെ പരിചയപ്പെട്ടത് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അവിടെ നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ സാലറി കൊടുക്കുന്നത് ഹരിയാനയിലാണ്, 374 രൂപ എന്ന് പറഞ്ഞു. ഇതേ സാലറി കൊടുക്കുന്ന സിക്കിമിലെ 3 പ്രദേശങ്ങളുണ്ട്. അതിൽ 1ാമത്തെ പ്രദേശമാണ് ഗനാത്താങ് എന്ന് പറയുന്ന പ്രദേശം. 2ാമത്തെ പ്രദേശമാണ് ലെച്ചൂങ് എന്ന് പറയുന്ന പ്രദേശം. 3ാമത്തെ പ്രദേശമാണ് ലാച്ചേൻ എന്ന് പറയുന്ന പ്രദേശം. ഈ 3 സ്ഥലങ്ങളിലും എന്താണ്? 374 രൂപ സാലറി കൊടുക്കുന്നുണ്ട്. എന്നാൽ സിക്കിം മൊത്തത്തിൽ എടുക്കുമ്പോൾ അവിടെ ഇല്ല. പക്ഷേ ഈ സിക്കിമിലെ ഈ 3 പ്രദേശങ്ങളിലുണ്ട്. അപ്പോൾ ഏറ്റവും ടോപ്പസ്റ്റ് ആയിട്ട് വരുന്ന സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അത് ഹരിയാനയാണ്. അതോടൊപ്പം തന്നെ ഓർത്തിരിക്കുക, ആ സെയിം സാലറി കൊടുക്കുന്ന ഗനാത്താങ്, ലെച്ചൂങ്, ലാച്ചേൻ എന്നീ 3 പ്രദേശങ്ങൾ സിക്കിമിലുണ്ട്. ഇനി ഏറ്റവും കുറവ് ചോദിച്ചാൽ നാഗാലാൻഡും അരുണാചൽ പ്രദേശ്, അവിടെ എത്രയാണ്? 234. കേരളത്തിൽ എത്രയാണ്? 346 ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഏറ്റവും ടോപ്പ് ഹരിയാന 374. അത് തന്നെ കൊടുക്കുന്ന ഗനാത്താങ്, ലെച്ചൂങ്, ലാച്ചേൻ തുടങ്ങിയ പ്രദേശം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് സിക്കിമിലാണെന്ന് ഈ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. കാരണം പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്.
അപ്പോൾ ഇത്രയും ചോദ്യങ്ങളെ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിക്കുന്നുള്ളൂ. കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യപേപ്പറാണ് 2024 നടന്ന പരീക്ഷയിലെ ചോദ്യപേപ്പറുകളൊക്കെയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. പുതിയ സിലബസ് പ്രകാരമുള്ള ചോദ്യപേപ്പറുകളാണ് പരിചയപ്പെടുത്തുന്നത്. 2024 പല ചോദ്യങ്ങളും നോക്കുമ്പോൾ ഇതിനു മുമ്പ് നടന്ന പരീക്ഷയിലെ പല ചോദ്യങ്ങളും ആവർത്തിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാം. അതേ മേഖലയിൽ നിന്ന് ചോദിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഇവിടെ ഈ അവസാനം പരിചയപ്പെടുത്തിയതൊക്കെ തന്നെ വരാൻ പോകുന്ന പരീക്ഷയിൽ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതൊക്കെ കൃത്യമായി പരിചയപ്പെടുക. ഒപ്പം ഓരോ ചോദ്യങ്ങളും ഏതൊക്കെ മേഖലയിൽ നിന്നാണ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ കുറച്ച് ദിവസമാണ് നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഗുണപ്രദമായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഇതിനു മുമ്പ് നമ്മൾ പരിചയപ്പെടുത്തിയ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ 21ഓളം ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത് ലിങ്ക് നൽകും. അതിലൂടെ കാണാവുന്നതാണ്. ഒരിക്കലും ഒരു അരമണിക്കൂറോളം ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആണ്. ആ ഒരു വീഡിയോ ഒരു 2x ഇട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ തന്നെ ഒരു 15 മിനിറ്റ് ഒരിക്കലും ഞാൻ ഉറപ്പ് നൽകുന്നു നിങ്ങൾക്ക് ആ ഒരു സമയം വേസ്റ്റ് ആവില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കുറേ പുതിയ പോയിന്റ് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാകും. അല്ലെങ്കിൽ ഒരു റിവിഷൻ ആയിട്ട് നിങ്ങൾക്ക് അത് ഉപയോഗപ്രദമായിരിക്കുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഈ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊന്ന് ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. എങ്കിൽ മാത്രമേ തുടർന്നും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് പുതിയ വീഡിയോകളൊക്കെ ഇടാനായിട്ട് ഒരു താല്പര്യം തോന്നുകയുള്ളൂ. അതും കൂടെ പറഞ്ഞുകൊണ്ട് ഈ ഒരു ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.